നമ്മുടെ രാജ്യത്തെ പ്രമുഖരുടെ പേര് ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ ലൈംഗിക കച്ചവടക്കാരൻ്റെ ഡയറിയിൽ വന്നിരിക്കുന്നു. വലിയ നാണക്കേടാണത്. ലോകസഭയിലെ ബജറ്റ് ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു പേരാണ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടേതും ഒപ്പം തന്നെ വ്യവസായി അനിൽ അംബാനിയുടേതും. ഇത് ചെറിയ സംഭവമല്ല. കേന്ദ്രമന്ത്രി എല്ലാം ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. അതായത് ലൈംഗിക കുറ്റവാളിയും ശതകോടീശ്വരനുമായ ജെഫ്രി എപ്സ്റ്റീനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. എല്ലാം തുറന്നു പറഞ്ഞതോടെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ വെറുതെയല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഈ ലോകത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് പിഞ്ചു പെൺമക്കളെ പോലും പ്രമുഖർക്ക് കാഴ്ചവെക്കുന്ന, ഈ ലോകം തന്നെ പ്രതിയായി കാണുന്ന ഒരു വിവാദ നായകനുമായി നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രിക്ക് എന്താണ് ബന്ധം? അനിൽ അംബാനി സർക്കാരുമായി ബന്ധമില്ല എന്നിരിക്കെ അദ്ദേഹത്തെ പറ്റി പറയുന്നതിൻ്റെ ആവശ്യം നമുക്കില്ല. എങ്കിലും കേന്ദ്രമന്ത്രിക്ക് എന്താണ് ഈ ലൈംഗിക തൊഴിൽ മാത്രം കയ്യിലുള്ള എപ്സ്റ്റീൻ എന്ന വിവാദ ലൈംഗിക കച്ചവടക്കാരൻ എന്ത് സഹായമാണ് നൽകിയത്? അത് വെളിപ്പെടുത്താൻ മാത്രമാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. അതിൽ രാഹുൽ ഗാന്ധിയെ പോയി പണി നോക്കാനും ബുദ്ധിയില്ലാത്ത പപ്പു എന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കേണ്ടുന്ന ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കള്ളത്തരം ചെയ്തത് BJPയുടെ കേന്ദ്രമന്ത്രി തന്നെയാണ്. ഫയലുകളിൽ തൻ്റെ പേര് പരാമർശിക്കപ്പെട്ടതിനെക്കുറിച്ച് പാർലമെന്റിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു മറുപടി നൽകുക മാത്രമായി ഒതുക്കാനുള്ള ഒരു ശ്രമമാണ് ഹർദീപ് സിംഗ് പുരി എന്ന കേന്ദ്രമന്ത്രി ഇപ്പോൾ നടത്തുന്നത്. ആ വ്യഗ്രത തന്നെ കാണുമ്പോൾ താൻ നടത്തിയ തോന്നിയാസത്തിൻ്റെ തെളിവാണ് ഇതൊക്കെയെന്ന് നമുക്ക് വ്യക്തമാകും. താൻ ന്യൂയോർക്കിലുണ്ടായിരുന്ന കാലത്ത് ഒരു സന്നദ്ധ സംഘടനയുടെ ഭാഗമായാണ് എപ്സ്റ്റീനെ കണ്ടത് എന്ന് പറയുന്ന ഈ കേന്ദ്രമന്ത്രി ആ കാലഘട്ടത്തിൽ താൻ സർക്കാരിൻ്റെ ഭാഗമല്ലായിരുന്നുവെന്നും, എന്നാൽ അന്ന് മേക്ക് ഇൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവിടെ സംസാരിക്കാൻ പോയത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ രാജ്യത്തെ മന്ത്രിയല്ലായിരുന്നു, പക്ഷേ എപ്സ്റ്റീനുമായി വ്യക്തമായി ബന്ധം ഉണ്ട്. അത് ഈ സർക്കാരിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നല്ല ബന്ധം അന്ന് സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് അറിയേണ്ടത്. അദ്ദേഹവുമായി ഒരു ഇമെയിൽ മാത്രമേ കൈമാറിയിട്ടുള്ളൂവെന്നും രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് മാത്രം നൽകേണ്ട മറുപടിയല്ല ഇത്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരു ലൈംഗിക കച്ചവടക്കാരനെ കണ്ടു എന്നത് ശരിവെക്കുമ്പോഴും അതിനെ ന്യായീകരിക്കുകയും അത് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ മെക്കിട്ട് കയറുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ BJP. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നും അതിനാലാണ് താൻ മാധ്യമങ്ങളെ കണ്ടതെന്നുമാണ് മന്ത്രി പറയുന്നത്. ഏതായാലും ലോകസഭയിൽ ബജറ്റ് ചർച്ചയ്ക്കിടെ എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സ്പീക്കർ വിലക്കിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ മന്ത്രിയുടെ പേര് പറയാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചതല്ലായിരുന്നു. അതിനു പകരം വ്യവസായി അനിൽ അംബാനിയുടെ പേര് പരാമർശിച്ചപ്പോൾ സഭയിലില്ലാത്തവരെ കുറിച്ച് പരാമർശങ്ങൾ പാടില്ല എന്നായിരുന്നു സ്പീക്കർ വിലക്കിയത്. അത് അംബാനി കുടുംബത്തിന് വേണ്ടിയാണ് അങ്ങനെ വിലക്കിയത് എന്ന് നമുക്കറിയാം. ഈ രാജ്യത്തെ 140 കോടിയിലേറെ ജനങ്ങൾ ആ സഭയിലില്ല എന്നിരിക്കെ ഉള്ളവരെ കുറിച്ച് മാത്രമേ പറയാവൂ എന്നാണ് സ്പീക്കർ പറയുന്നത്. എന്നാൽ എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച് ജനങ്ങൾ അറിയേണ്ടിയിരുന്നവരിൽ അവിടെ പറയാൻ 540 പേരെ കുറിച്ച് മാത്രമാണ് പറയാൻ അവകാശമുള്ളത് എന്നിരിക്കെ അവരുടെ പേര് തന്നെ പറയണമെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അതും എടുത്തുപയോഗിച്ചു. സത്യം പറഞ്ഞപ്പോഴേക്കും മോദി മന്ത്രിസഭയിലെ മന്ത്രിക്കും ഇത് തന്നെയായിരുന്നു പണി. അതാണിപ്പോൾ പൊള്ളിയത്. വായിൽ കോലിട്ടിളക്കി രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇപ്പോൾ കിടന്ന് കരയുകയാണ് കേന്ദ്രമന്ത്രി. വേണ്ടാത്ത തോന്നിയാസങ്ങൾ കാണിക്കുകയും ചെയ്യും. ലൈംഗിക കച്ചവടക്കാരനെ പോലും പോയി കാണുകയും ചെയ്യും. എന്നിട്ട് അതിലും സത്യങ്ങൾ പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ് കുറ്റക്കാരൻ. രാഹുലിൻ്റെ സംഭാഷണം സ്പീക്കർ തടഞ്ഞതുകൊണ്ട് സത്യം സത്യമല്ലാതാകാൻ പോകുന്നില്ല എന്നോർത്താൽ നല്ലത്. ഇതെല്ലാം പ്രധാനമന്ത്രിയിൽ നേരിട്ട് സമ്മർദ്ദമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു പ്രധാനമന്ത്രിയും സാധാരണ അവസ്ഥയിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ US-മായുള്ള വ്യാപാര കരാറിലുള്ളത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് യഥാർത്ഥ സത്യം.